ഹലോ. ഈ കുറെ കാര്യങ്ങൾ പറയാണ്ട് കുറെ കാര്യങ്ങൾ പറയാണ്ട് അതിന് മുന്നേ നമ്മൾ 30 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ കുറെ ഹാബിറ്റ്സ് ഇല്ലേ, അതിൽ മിക്കത് ഇപ്പം എൻ്റെ ഇല്ല. ഒക്കെ പോയി ഒക്കെ പോയെന്ന് വെച്ചാൽ കുറേ സംഭവം ഉണ്ടായി. കുറേ റീഡിങ്ങും സംഭവങ്ങളൊന്നും ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ പതുക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങി. പിന്നെ ഞാൻ ഈ അടുത്തൊരു കോട്ട്, ഇന്നൊരു കോട്ടുണ്ട്, ഇടയ്ക്കല്ല ഇന്നൊരു കോട്ടുണ്ടത്. അതായത് ഹാബിറ്റ് മിസ്റ്റേ ഡേ ഇസ് എ മിസ്റ്റേക്ക്, ബട്ട് ഹാബിറ്റ് മിസ്ഡ് ട്വൈസ് ഈസ് എ ഫോം ഓഫ് എ ന്യൂ ഹാബിറ്റ്. അതായത് ഒരു ദിവസം ഒരു ഹാബിറ്റ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മിസ്റ്റേക്കാണ്. പക്ഷെ 2 ദിവസം അടുപ്പിച്ചൊരു ഹാബിറ്റ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറൊരു ഹാബിറ്റിൻ്റെ തുറക്കാന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായേ, റീഡിങ് ഹാബിറ്റൊക്കെ എൻ്റെ ശേഷം പോയി കിടക്കുക. ഞാൻ ബുക്ക് തൊട്ടിട്ട് തന്നെ ഇപ്പോൾ കുറേ നാളായി. തൊട്ടും പക്ഷെ 5-6 പേജ് വായിക്കും, നിർത്തി വയ്ക്കും. ഞാൻ ഇതിൻ്റെ ഇടയിൽ 2 ബുക്ക് തുടങ്ങി. കണ്ടിന്യൂറ്റിയുടെ കണ്ടിന്യൂ പോയ കാരണം 2 ബുക്ക് നിർത്തേണ്ടി വന്നു. ഞാൻ വിചാരിച്ചു ഇന്ന് ബുക്കിൽ നിന്ന് വായിക്കാന്ന്. ഇന്ന് പരിപാടികളുണ്ട്, പക്ഷെ പരിപാടികൾ വരും, കുറച്ചും വരും. പക്ഷെ പരിപാടികൾ വരും എന്ന് വെച്ചിട്ട് ഞാൻ വെറുതെ പരിപാടി വരട്ടെ, അതുവരെ കുറച്ച് ഇൻട്രസ്റ്റ് എടുക്കാന്ന് വെച്ചിട്ട് വെറുതെ ഇരുന്ന് റീൽ കാണാൻ അല്ലെങ്കിൽ ഫോണിൽ നോക്കിയിരിക്കുക ചെയ്യാറ്. അപ്പോൾ ഇന്ന് ചോദിച്ചത് വേണ്ട, ഉള്ള ടൈമിൽ ഇന്ന് കുറച്ച് പ്രൊഡക്റ്റീവായി ചെയ്യാം. കാരണം റീൽ കണ്ട് കുറേ കഴിയുമ്പോൾ എനിക്ക് ഒരു ബാഡ് ഫീലിംഗ് ഉണ്ടാവാറ്. ഈ ബാഡ് ഫീലിംഗ് വേണ്ട, എന്തെങ്കിലും കുറച്ച് കാര്യം ബുക്ക് വായിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ഫീലിംഗ് കിട്ടാറുണ്ട്. കുറച്ച് നല്ല ഫീലിംഗ് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ബുക്ക് സ്റ്റാർട്ടായി. എനിക്കറിയാം സെറ്റപ്പ് സംഭവങ്ങളൊന്നും പക്കല്ല, എല്ലാം കുറേ നാൾ വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നല്ല ചൂടുണ്ട്, വെയിലുണ്ട്, എന്താണെന്നൊരു ഐഡിയ ഇല്ല. നോക്കാം അത്ര എനിക്ക് ഇവിടുന്ന് വായിക്കാൻ പറ്റും, നോക്കാം. ഓക്കെ, ശരി, നമുക്ക് കഴിഞ്ഞിട്ട് കാണാം, എന്താ നോക്കാം. ഈ ബുക്കാട്ടോ ഞാൻ വായിച്ചുകൊണ്ടിരിക്കണേ, ഓട്ടോബയോഗ്രഫി ഓഫ് മാൽക്കം എക്സ്. ഈ ബുക്കിന് വേണ്ടി ഞാൻ പറയാം, നമുക്ക് വീഡിയോ ചെയ്തിട്ട് വായിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഞാൻ അതിൽ കുറച്ച് വായിച്ചിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിൽ ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി 10-16 പേജ് ഞാൻ വായിച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് വായിച്ചിട്ട് പറയാടാ. നല്ല പേര് ഞാൻ മാറിക്കട്ടെ. കുറേ നാൾക്ക് ശേഷം 10-45 മിനിറ്റ് ഞാനിന്ന് വായിച്ചു. കുറേ നാൾ ഇത്രക്കിരുന്ന് വായിച്ചിട്ട് ഏകദേശം 36 പേജ്. അതായത് 16 തുടങ്ങിയ തോന്നുന്നുണ്ട്. 16 തുടങ്ങിയ 10-20 പേജ് ഒറ്റ സെറ്റിൽ വായിച്ച് കുറച്ചാളിങ്ങനെ വായിച്ചിട്ട് പോരാ, ഇനി കുറച്ചൊന്നും വായിക്കണം. എന്തായാലും ഇന്ന് കുറച്ച് ടൈമുണ്ട്, കുറച്ച് പരിപാടികളുണ്ട് അതിൻ്റെ ഇടയിൽ. ബാക്കി കുറച്ച് ടൈമുണ്ട്. ആ ടൈം മാക്സിമം ഇന്ന് വായിക്കാനുള്ള പ്ലാനിലാണ്. ഇന്ന് എത്ര നീങ്ങും നമുക്ക് നോക്കാം. ഉള്ള ടൈം മാക്സിമം വായിച്ചില്ലെങ്കിൽ പിന്നെ ശരിയായില്ല, തിരിച്ച് കൊണ്ടുവരണം ഹാബിറ്റ്. ശരിയാണ്, പതുക്കെ കൊണ്ടുവരണം അങ്ങനത്തെ കുറച്ച് സംഭവമൊക്കെ ഉണ്ട്, എനിക്കറിയാം. പക്ഷേ അതിനേക്കാളുപരി എഫേർട്ട് ഇടുക, ഉള്ള ടൈമിൽ എഫേർട്ട് ഇടുക. നമുക്ക് നോക്കാം, എന്താവും നോക്കാം. എൻ്റെ പോസ്റ്റ് ചെയ്യാൻ പറ്റാവോ അറിയില്ല. ഓക്കെ, എന്തായാലും ഞാൻ ഇന്ന് മാക്സിമം റീഡ് ചെയ്യാൻ നോക്കും. അപ്ഡേറ്റ് ചെയ്യാം എത്ര വായിക്കുന്നു എന്നുള്ള രീതിയിൽ. നൈസ് ബുക്കാട്ടോ, മാൽക്കം എക്സിൻ്റെ. ആള് ശരിക്കും ഒരു പൊളിറ്റിക്കൽ അണ്ടർഡോഗാണ്. ആളെ പറ്റി ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒന്നുകൂടെ കുറച്ചുകൂടി വായിച്ചറിയട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഞാൻ ജസ്റ്റ് കുറച്ച് ഇത് വായിച്ചിരുന്നു, കുറച്ചൊരു ബേസിക് കുറച്ച് കാലം വായിക്കുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി, വായിക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ അടുത്താണ്. ഓക്കെ, നമുക്ക് നോക്കിയിട്ട് പറയാം. കുറച്ച് പരിപാടി ഉണ്ട്, ഞാൻ പോയിട്ട് നമുക്ക് ബാക്കി വായിക്കാം. ഞാൻ നേരത്തെ കുറച്ച് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞല്ലേ പോയിട്ടുണ്ടായേ. പരിപാടി കഴിഞ്ഞു, പക്ഷെ വേറെ കുറച്ച് പുതിയ പരിപാടി വന്നു. വേറൊന്നുമല്ല, നാളെ ഒരു ചെറിയ ട്രിപ്പ് പോകാൻ പ്ലാനുണ്ട്, ഞാനും കൂട്ടുകാരും കൂടിയിട്ട്. സ്ഥലം ഞാൻ നാളെ പറയാം. അതേക്കുന്ന രസം നാളെ വീഡിയോ ചെയ്യാൻ പെട്ടെന്ന് നോക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. നോക്കട്ടെ. അപ്പോൾ വണ്ടി ഇവിടെ ഹൈനസ് ഇരിക്കുന്നുണ്ട്. അനിയനാണ് പുതിയ ഹൈനസ് കൊണ്ട് നടക്കാറ്, മെയിൻറ്റെയിൻ ചെയ്യാറൊക്കെ. എനിക്ക് നല്ല വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അതുകൊണ്ടാണ് ഞാൻ അവിടെ മറ്റേ പാഷൻ പ്ലസ് കൊണ്ട് നടക്കാറ്. കാരണം അത് മെയിൻറ്റെയിൻ ചെയ്യണ്ട, വെറുതെ ഓടിച്ചാൽ മതി. മെയിൻറ്റെയിൻ ചെയ്യണം വല്ലപ്പോഴും ഒക്കെ, എന്നാലും ഇതിൻ്റെ അത്ര മെയിൻ്റെനൻസ് ഒന്നും വരുന്നില്ല. എനിക്ക് അങ്ങനത്തെ കൊണ്ടുള്ള പൊതുവെ ഇഷ്ടം. കാരണം എനിക്ക് മടിയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടിറക്കാനൊക്കെ, എനിക്ക് നല്ല മടിയാണ്. അപ്പോൾ നാളെ ട്രിപ്പ് പോകുമ്പോൾ എന്തായാലും ഹൈനസ് തന്നെ പോകേണ്ടി വരും. അപ്പം അനിയൻ പറഞ്ഞു, എന്താണ് നാളെ വണ്ടി കൊണ്ടുപോകണമെങ്കിൽ ക്ലീൻ ചെയ്ത് രൂപ ചെയ്ത് വയ്ക്കാൻ. അതിന് പറഞ്ഞ് ഞാൻ പൊതുവെ അങ്ങനത്തെ പണികൾ ചെയ്യാറ് കുറവാണ്, വളരെ കുറവാണ്. എന്നെ കൂട്ടാൻ അവന് ഊക്കാറുണ്ട് ആ കാര്യത്തിൽ. വണ്ടി ഓടിക്കാൻ ഇഷ്ടം, പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യാൻ പണിയെന്ന് പറഞ്ഞിട്ട്. അപ്പം പിന്നെ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇപ്പോൾ ക്ലീനർ സംഭവമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ലൂബ് ചെയ്യണം. ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ ഉദ്ദേശിച്ച് മിക്കൊരു 3 hour ഓഫ് റീഡിങ്, അങ്ങനത്തെ അല്ല 3 hour അല്ല, എത്ര അവർ ഓഫ് റീഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടാം എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചത്. പക്ഷെ കണ്ടിട്ട് എനിക്ക് ഒന്ന് മിക്കവാറും ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും കണ്ടിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ. നോട്ടെ, ഞാൻ നോക്കിയിട്ട് എന്തായാലും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇനിയും കുറച്ച് പരിപാടി വരാനിരിക്കുന്നുണ്ട്, അപ്പോൾ അതെല്ലാം ആയിട്ട് നോക്കട്ടെ. ഞാൻ ക്ലീനർ വാങ്ങിച്ചിട്ടുണ്ട്. അത് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം പറയാനുണ്ട്. ക്ലീനർ വാങ്ങിച്ചു തരാം. ഞാൻ ലൂബ് വാങ്ങിച്ചു തരാം കേട്ടോ. അത് ലൂബല്ല, അത് ക്ലീനറാണ്. എനിക്ക് ഒരു കയ്യിൽ ക്യാമറ ഓടിക്കണം, ഒരു കയ്യിൽ മൈക്ക്, അതാണ് കേട്ടോ, വേറെ ഒന്നുമില്ല.
ഞാൻ ക്ലീനർ കാണിച്ചിട്ടില്ല. ക്ലീനർ നിങ്ങൾ മിക്കവാറും കണ്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടി, എന്നെ പോലെ മടിമാരൊക്കെ ഉണ്ടെങ്കിൽ കാണാനായിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. വാങ്ങിക്കാൻ പോയപ്പോഴേ ഞാൻ ഹാഫ് വൈസ് ഹെൽമെറ്റ് വെച്ചാൽ പോയെ റോഡിലേക്ക്. പക്ഷേ വണ്ടി എടുത്ത് പോയത് ഹാഫ് വൈസ് ഹെൽമെറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ക്രൈസ്റ്റ് കോളേജ്, ഞാൻ ഇരിഞ്ഞാലക്കുടയിലെ വീട്. അപ്പോൾ ക്രൈസ്റ്റ് കോളേജ് ഉണ്ട് ഇരിഞ്ഞാലക്കുട. ആ റോഡ്, അവിടെ നിന്നുള്ള റോഡ് ഭയങ്കര പൊടിയാണ്. കുറേ നാളെ പൊടി തന്നെയാണ്. അപ്പോൾ ഞാൻ ഹാഫ് വൈസ് ഹെൽമെറ്റ് വെച്ചുമ്പോൾ എനിക്ക് മിക്കവാറും പണി കിട്ടും, എന്തെങ്കിലും പൊടി സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഫ്രണ്ടിൽ ബസ് പറപ്പിച്ച് പോകാൻ റോഡ്, നമുക്കതിന് പോകാൻ പറ്റില്ല, ഫുള്ള് കൊണ്ടും കൂടിയാ. ബസ്സുകാർ പിന്നെ അറിയാലോ മൂട് എങ്ങനെയാ പറഞ്ഞത്, പറപ്പിച്ച് പോയി തുട്ടുറയിൽ ഞാൻ. ഉള്ള പൊടിയും കണ്ണിക്ക് അടിച്ച് കണ്ണും കിളിയും മുഖത്താകെ പൊടി ഇതൊക്കെ. ഞാൻ ഹാഫ് വൈസ് ഹെൽമെറ്റ് മറ്റേ ഇതില്ലാത്തത്, എന്താ പറയാ, ആ മിറർ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അതില്ലാത്ത ഹെൽമെറ്റ് വെച്ചാൽ ഞാൻ പോയേ. നല്ല രസമായിരുന്നു. കുറേ നാളായിരുന്നു, അതൊന്നും ശരിയായി കിട്ടിയെങ്കിൽ നല്ല ഉപകാരമായിരുന്നു. എൻ്റെ വന്നിട്ടുണ്ട് ഹെൽമെറ്റ് വെച്ച് പോകാം, പക്ഷേ റോഡ് ശരിയാകണമല്ലോ മെയിൻ. റോഡ് ശരിയായി കിട്ടിയെങ്കിൽ നന്നായിരുന്നു. ഓക്കെ, നമുക്കിനി പരിപാടി കിടക്കാം. എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. എനിക്ക് ഒരു വട്ടം അനിയൻ കാണിക്കുന്നുണ്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അവനോട് ചോദിക്കേണ്ടി വരും എന്തായാലും. നോക്കട്ടെ, ചോദിച്ചിട്ട് ലൂബ് ചെയ്യാം. ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യണം. അതിൻ്റെ വീഡിയോ ഞാൻ മിക്കവാറും ഈ ടൈമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ടൈമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നോക്കിയിട്ട് മറ്റേ ബൈക്കിൻ്റെ ലൂബയിലും പരിപാടി കഴിഞ്ഞിട്ട് ആ വഴി പോയതല്ലേ. അതിനുശേഷം കുറച്ച് പണിയൊക്കെ കയറി വന്നു. പിള്ളേരെ കുളിച്ചിട്ടുണ്ടായി, കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ ടൈം പോയി. പിന്നെ കുറച്ചേരം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ബെഡിൽ കിടക്കുക, ഫോൺ എടുത്ത് ഇങ്ങനെ ഓരോ ഷോർട്സ് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഞാൻ ആലോചിച്ചു, ഞാൻ യൂട്യൂബ് വീഡിയോ തുടങ്ങിയിട്ടായത് ബുക്ക് വയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ എന്തെങ്കിലും പരിപാടി വരും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ റിലീസ് ചെയ്യുമ്പോൾ മിക്കവാറും കയ്യിൽ ഫോണായിട്ട് പിന്നെ ഷോർട്സിൻ്റെ വീഡിയോ ഇങ്ങനെ കിടക്കായിരിക്കും, വെറുതെ കിടക്കായിരിക്കും ഒരു പണി ചെയ്യാണ്ട്. നമ്മളെ സ്ട്രൈക്ക് ചെയ്യുക. അപ്പം പിന്നെ ബാഡോ, പിന്നെ വെച്ചാൽ നാളെ ആട്ടെന്ന് വെച്ചാൽ പോകും. ഇങ്ങനെ കുറേ ദിവസമായിട്ട് എനിക്ക് ബാഡായി ഇരിക്കുക. അപ്പോൾ പിന്നെ ഞാൻ ഇന്നലെ കൽപ്പിച്ച് ചെയ്യാന്ന് വെച്ചാൽ ചെയ്തതാ. നേരത്തെ 36 പോയി നിർത്തിയതല്ലേ, പിന്നെ തുടങ്ങിയിട്ടില്ല ഞാൻ. തുടങ്ങാം. സമയം എനിക്ക് തോന്നുന്നു 8:45 ആയിട്ട് ഏകദേശം. നാളെ രാവിലെ ഞാൻ പറഞ്ഞ ചെറിയ ട്രിപ്പുള്ളതുകൊണ്ട് ട്രിപ്പിനോണം. അപ്പോൾ പിന്നെ നേരത്തെ കിടന്ന് ഉറങ്ങണം. അപ്പോൾ നോട്ടെ, പറ്റുന്ന വായിക്കണം. ഇനിയും ഷോർട്സ് ഉണ്ടെന്ന് വേണം. അങ്ങനെ കുറച്ച് നേരം വായിച്ചിട്ട് എത്ര നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഓക്കെ, വായിച്ചിട്ട് പറയാം. എന്ന് വിചാരിച്ച പോലെ പോയില്ല. വായിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം വൈകി. ഞാൻ ഏകദേശം ഒരു 10-52 പേജിൻ്റെ വായിച്ചിട്ടുണ്ട്. ഇപ്പം നാളെ രാവിലെ പോകണ്ടേ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.